السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ അഅ്മാൽ ഖുലൂബ് സംക്ഷിപ്തമായി ക്രോഡീകരിച്ചിട്ടുള്ള ലിക്സീർ എന്ന കിതാബിന്റെ അടുത്ത ഭാഗം മൻസിലത്തുൽ ഖുശൂ', അടുത്ത മൻസിലത്തുൽ ഖുശൂ' എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മൻസിലത്തുൽ ഖൗഫിനെ സംബന്ധിച്ച് നാം പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഖുശൂ' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ താഴ്മ, വിധേയത്വം, ആ നിലക്ക് അങ്ങേയറ്റത്തെ ഭക്തി എന്നുള്ള പദമെല്ലാം അതിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഖുശൂ' എന്നുള്ളതിനെ പറയാൻ വേണ്ടി. ആ നിലക്കുള്ള ഇബാദത്തുകൾ കാണിക്കുന്ന ആ ശ്രദ്ധയും സൂക്ഷ്മതയും അതിനെല്ലാമാണ് ഖുശൂ' എന്ന് പറയുന്നത്. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു തആല പറയുന്നത്, അലം യഅനി ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്, ഹഖായിക്കൊണ്ട് അവർക്ക് ഇറങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, ഖുർആനിലേക്കും അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്കും എല്ലാം കീഴൊതുങ്ങാൻ, ഖുശൂ' ഉണ്ടാകാൻ അവർക്ക് സമയമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പല സഹാബികളും ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ കരയാറുണ്ടായിരുന്നു. ചില സഹാബികൾ ഇത് എപ്പോഴാണ് ഇറങ്ങിയത്, ഇത് മക്കയിലാണോ ഇറങ്ങിയത്, അതല്ല ഹിജ്റയ്ക്ക് ശേഷമാണോ ഇറങ്ങിയത് എന്നുള്ള എല്ലാം ചർച്ചകളിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത്, മാ കാന ബൈന ഇസ്ലാമിന വബൈന അൻ ആതബന അല്ലാഹു ബിഹാദിഹിൽ ആയ ഇല്ലാ 4 സിനീൻ. ഞങ്ങളുടെ ഇസ്ലാം സ്വീകരണവും അല്ലാഹു തആല ഈ ആയത്ത് കൊണ്ട് ഞങ്ങളെ ഗൗരവത്തിൽ താക്കീത് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇത് പറയാനും ഉണ്ടായിരുന്ന വ്യത്യാസം, സമയ വ്യത്യാസം എന്നുള്ളത് എത്ര കാലമായിരുന്നു? 4 വർഷമായിരുന്നു എന്നുള്ളത്. ഒരു സെക്കൻഡ്. 4 വർഷമായിരുന്നു അതിൻ്റെ ഇടയിലുള്ള സമയവ്യത്യാസം. അല്ലെങ്കിൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അല്ലാഹു തആല ഈ നിലക്ക് ചോദിച്ചു എന്ന രീതിയിൽ കാണാം. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ കാണാം, ഇന്നല്ലാഹ ഇസ്തബ്തഅ ഖുലൂബൽ മുഅ്മിനീൻ, അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ഒരു പതുക്കെയാകുന്ന അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ ഈമാനിൽ മുന്നേറാത്ത ഒരവസ്ഥ അല്ലാഹു കാണുകയുണ്ടായി, അറിയുകയുണ്ടായി. فعاتبهم على رأس 13 سنة من نزول القرآن. അങ്ങനെ ഖുർആൻ ഇറങ്ങി 13 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 13 വർഷമായപ്പോഴാണ് അല്ലാഹു തആല ഇങ്ങനൊരു ചോദ്യം ചോദിച്ച് താക്കീത് ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ചോദ്യത്തിലൂടെ അല്ലാഹു ഗൗരവമായി കാര്യം ചോദിച്ചത്. അപ്പോൾ ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത് എന്നുള്ളതിൽ ചില വ്യത്യാസങ്ങൾ കാണാം. അധികവും ഹിജ്റയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത് എന്നുള്ള അഭിപ്രായമാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും മുഅ്മിനീങ്ങളോട്, പ്രത്യേകിച്ച് സഹാബികളോട് അല്ലാഹു തആല ചോദിച്ച ചോദ്യമാണ്, അവർക്ക് സമയമായില്ലേ അല്ലാഹുവിന്റെ ദിക്റിൽ ഖുശൂ' ഉണ്ടാകാൻ, അതിന് കീഴൊതുങ്ങാൻ, അതിൽ ഭക്തി ഉണ്ടാകാൻ എന്നുള്ളത്. وقال تعالى, അല്ലാഹു തആല പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 1-2 ആയത്തുകളിൽ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞു, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ? അവരുടെ നിസ്കാരത്തിൽ ഖുശൂ' ഉള്ളവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. എന്നിട്ട് ഖുശൂഇനെ പറ്റി അതിന്റെ ചില മസായിലുകൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ചർച്ച ചെയ്യുകയാണ്. വൽ ഖുശൂ' എന്ന് പറഞ്ഞാൽ ഖിയാമുൽ ഖൽബി ബൈന യദൈ റബ്ബി ബിൽ ഖുദൂഇ വദ്ദില്ല.
കൽബ് കൊണ്ടുള്ള ഒരവസ്ഥയാണ് ഖുശൂ എന്ന് പറഞ്ഞാൽ. ആ കൽബ് ആവുകയാണ് ഏത് നിലക്ക്? അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേയറ്റം താഴ്മയോടുകൂടി അങ്ങേയറ്റം വിധേയത്വത്തോടുകൂടി കീഴൊതുങ്ങുന്ന ഒരവസ്ഥക്കാണ് ഖുശൂ എന്ന് പറയുന്നത്. അങ്ങേയറ്റത്തെ താഴ്മയും വിധേയത്വവും ഒരാളുടെ ഖൽബിൽ ഉണ്ടാകുന്നതിനാണ് ഖുശൂ എന്ന് പറയുന്നത്. വൽ ജംഇയ്യത്തി അലൈഹി, അതുപോലെ തന്നെ ഖൽബ് പരിപൂർണമായി അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന, അള്ളാഹുവിലേക്ക് മാത്രമായി തീരുന്ന ഒരവസ്ഥ. അപ്പോൾ അള്ളാഹുവിലേക്ക് മാത്രമായിക്കൊണ്ട് ഖൽബ് കേന്ദ്രീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ കാണിക്കുന്ന താഴ്മക്കാണ് ഖുശൂ എന്ന് പറയുന്നത്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു, വഖാല ജുനൈദ് റഹിമഹുല്ലാഹ്, ജുനൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഖുശൂഉ തദല്ലുലുൽ ഖുലൂബി ലിഅല്ലാമിൽ ഗുയൂബി, എല്ലാ അദൃശ്യങ്ങളും അറിയുന്ന അള്ളാഹുവിന് മുമ്പിൽ, അല്ലാമുൽ ഗുയൂബായിട്ടുള്ള അള്ളാഹുവിന് മുമ്പിൽ ഖൽബുകൾ അങ്ങേയറ്റം താഴ്മ കാണിക്കുന്നതിനാണ് ഖുശൂ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നാം സൂചിപ്പിച്ചിരുന്നു, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ കിതാബിൽ പ്രത്യേകിച്ച് മദാരിജുസ് സാലിക്കീനിൽ ധാരാളം പരാമർശിക്കുന്ന ജുനൈദ് റഹിമഹുള്ളയെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ളത്. ഇനി വരുന്ന ബാബുകളിലെല്ലാം ധാരാളം ഈ പേര് ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ട് ചുരുങ്ങിയ രീതിയിൽ അദ്ദേഹത്തെ പറയാം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബുൽ ഖാസിം അൽ ജുനൈദ് ബിൻ മുഹമ്മദ് അൽ ബഗ്ദാദി, അൽ ജുനൈദ് അൽ ബഗ്ദാദി എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടാറുള്ളത്. ഹിജറ 298 വഫാത്താകുന്നത്. 220 ജനിച്ച് 298 വഫാത്തായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയപ്പെടാറുള്ളത് സയ്യിദു ത്വായിഫ എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. അഥവാ ത്വായിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്വായിഫത്തു സൂഫിയ, അഥവാ ചില പണ്ഡിതന്മാർ ആദ്യകാലത്ത് പറയാറുണ്ടായിരുന്ന തസൂഫ് സുന്നി, അഥവാ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സുഹുദും വറഉം കാണിച്ചിരുന്ന ഇബാദത്തുകൾ മുഴുകിയിരുന്ന ആളുകളെയാണ് പറയാറുള്ളത്. പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉലമാക്കൾ ആ ഒരു പ്രയോഗിക്കേണ്ടതില്ല എന്ന് പറയാറുണ്ട്. കാരണം ഇന്ന് കാലത്ത് തസൂഫ് എന്നുള്ളത് എല്ലാ രീതിക്കും, തസൂഫ് എന്ന് പറയുന്നവരൊക്കെ പിഴച്ചതായിട്ടാണ് നിൽക്കുന്നത്. എല്ലാം പിഴവിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വേർതിരിച്ച് പറഞ്ഞ് ആളുകൾക്കിടയിൽ അതിനോടൊരു താല്പര്യം ഉണ്ടാക്കേണ്ട എന്ന നിലക്ക് ആ ഒരു ഉപയോഗിക്കരുത് എന്ന നിലക്ക് പറയുന്നത് കാണാം. എന്നാൽ ആ കാലഘട്ടത്തിൽ ഈ ഒരു രീതി, ഈ ഒരു സുഹദിന്റെയും വറഇന്റെയും അങ്ങേയറ്റം ഇബാദത്തുകളിൽ മുഴുകുന്ന ഒരു രീതി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിന്റെ ഇമാമായി അറിയപ്പെടുന്ന സയ്യിദു ത്വായിഫ, അതിന്റെ നേതാവായി അറിയപ്പെടുന്ന ആളാണ് ജുനൈദ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്ക് കാണാം. അദ്ദേഹം എത്രത്തോളം സുന്നത്തിനും ഖുർആനിനോടും യോജിച്ചിട്ടാണ് ഈ ഒരു സുഹദിന്റെയും വറഇന്റെയും ഇബാദത്തിന്റെയും മാർഗം തെരഞ്ഞെടുത്തിരുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം, ത്വരീഖുനാ മദ്ബൂതുൻ ബിൽ കിതാബി വസ്സുന്ന, നമ്മുടെ ഈ മാർഗം, നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഈ മാർഗം, അഥവാ സുഹദിന്റെയും വറഇന്റെയും മാർഗം എന്നുള്ളത് കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ്, അതിന്റെ നിബന്ധനകൾക്കകത്തുനിന്നുകൊണ്ടാണ്. വമൻ ലം യഹ്ഫദിൽ ഖുർആന, ആരാണോ ഖുർആൻ ഹിഫ്വാക്കാത്തത് അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാത്തത്, വലം യക്തുബിൽ ഹദീസ, ഹദീസുകൾ എഴുതാത്തത്, വലം യതഫഖഹ്, ദീനിൽ ഫിഖ് നേടാത്തത്, ലാ യുഖ്തദാ ബിഹി ഫി ഹാദിൽ അംർ, അങ്ങനെയുള്ള ആളുകളെ ഈ ഒരു കാര്യത്തിൽ നാം മാതൃകയാക്കുകയില്ല. ലിഅന്ന ഇൽമനാ ഹാദാ മുഖയ്യദുൻ ബിൽ കിതാബി വസ്സുന്ന, നമ്മുടെ ഈ ഇൽമ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ കിതാബിനോടും സുന്നത്തിനോടുമാണ് എന്നുള്ളത്. കാരണം തസൂഫിന്റെ ആളുകൾ പിൽക്കാലത്ത് വന്നിട്ടുള്ളത് അവർ ഹദീസൊന്നും ഇങ്ങനെ പഠിക്കണ്ട, ഹദീസുകൾ സനദുകളോ അല്ലെങ്കിൽ ഹദീസിന്റെ കാര്യങ്ങൾ പഠിക്കണ്ട, ഫിഖിന്റെ മസായിലുകൾ പഠിക്കണ്ട, ഖുർആൻ അതിൽ അധികം മുഴുകേണ്ട, ഇങ്ങനെ ഇബാദത്ത് ദിക്ർ അതിന്റെ വ്യത്യസ്ത രൂപങ്ങളായിക്കൊണ്ട് അത് ആദ്യം പറഞ്ഞു. പിന്നെ അവിടുന്ന് ദിക്റിന്റെ ഇനങ്ങൾ ഹാ ഹു ഹി എന്ന് പറഞ്ഞു, പിന്നെ സംഗീതവും അതുപോലെയുള്ള കാര്യങ്ങളും, പിന്നെ ലഹരിയും അതുപോലുള്ള കാര്യങ്ങളും, പിഴച്ചവാദങ്ങളും വിശ്വാസങ്ങളും, അവരുടെ മശായിഖുമാരെ പിന്നെ അള്ളാഹുവിനെ പോലെ, അള്ളാഹുവിന് മുമ്പിൽ താഴ്മ കാണിക്കുന്നത് പോലെ മശായിഖുമാരോട് താഴ്മ കാണിക്കുന്ന രീതിയിലെല്ലാം അവർ പിഴച്ചു പോകുന്നുണ്ടായി. പക്ഷെ അവരും ജുനൈദ് റഹിമഹുള്ളയെ ഉദ്ധരിക്കാറുണ്ട് അവരുടെ നേതാവാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ജുനൈദ് റഹിമഹുള്ള അങ്ങനെ ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ആദ്യകാലത്ത് ഷാഫിഈ ഫിഖ് നേടിയിട്ടുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് പല പണ്ഡിതന്മാരിൽ നിന്നും ഹസൻ ഇബ്നു ഉർഫ, അതുപോലെ തന്നെ അസ്സുദ്ദി അസ്സഖ്തി, ഹാരിസ് ഇബ്നു അസദ് അൽ മുഹാസബി, അബു ഹംസ അൽ ബഗ്ദാദി പോലെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസ് കേട്ട വ്യക്തിയുമാണ്. അദ്ദേഹത്തിന് ശിഷ്യന്മാരും ഉണ്ടായിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ വാക്ക് കാണാം, അൽ ജുനൈദ് റളിയല്ലാഹു അൻഹു സയ്യിദു ത്വായിഫ ഇമാമു ഹുദ, إمام هدى ومن أحسنهم تعليما وتأديبا وتقويما. ജുനൈദ് റഹിമഹുല്ലാഹ് എന്നുള്ളത് സയ്യിദ് ത്വായിഫ, ആ വിഭാഗത്തിന്റെ നേതാവാണ്.
നേർമാർഗത്തിന്റെ ഇമാമാണ്, അദ്ദേഹം ഒരു ഇമാമാണ്. അദ്ദേഹം അവർ ആ വിഷയത്തിൽ ഏറ്റവും ആളുകളെ നേരാവണ്ണം പഠിപ്പിക്കുന്ന, അറിവ് പഠിപ്പിക്കുന്ന, നേരെ ചൊവ്വേ നിലകൊള്ളുന്ന ആളായിരുന്നു. അതുപോലെ ഇബ്നു തൈമിയ പറഞ്ഞ മറ്റൊരു വാക്ക് കാണാം, അൽ ജുനൈദ് മിൻ ശുയൂഖി അഹ്ലിൽ മഅരിഫ അൽ മുത്തബിഈന ലിൽ കിതാബി വസ്സുന്ന. ജുനൈദ് എന്നുള്ളത് അള്ളാഹുവിനെ അങ്ങേയറ്റം മനസ്സിലാക്കിയിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, അഥവാ സുഹൃത്തിന്റെയും വറയിന്റെയും ആരിഫീങ്ങളുടെയും എല്ലാം ഷെയ്ഖാണ്, നേതാക്കന്മാരിൽപ്പെട്ട ആളാണ്. ഖുർആനും സുന്നത്തിനും മുറുകെ പിടിച്ചിരുന്ന, പിൻപറ്റിയിരുന്ന ആളാണ്. അതുപോലെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എല്ലാം അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ദിവസത്തിൽ ഐച്ഛികമായ നിസ്കാരങ്ങളോടുകൂടി അദ്ദേഹം 300ഓളം റക്അത്തുകൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ധാരാളം ആയിരക്കണക്കിന് തസ്ബീഹുകൾ, ദിക്റുകൾ അദ്ദേഹം ചൊല്ലാറുണ്ടായിരുന്നു എന്നുള്ള നിലക്കൊക്കെ അദ്ദേഹത്തിന്റെ സീറയിൽ പരാമർശിക്കുന്നത് കാണാം. ചുരുക്കത്തിൽ അദ്ദേഹം ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചു നിന്ന രീതിയിൽ ഈ സുഹൃത്തിന്റെയും വറയിന്റെയും ഇബാദത്തിന്റെയും മാർഗം സ്വീകരിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ കിതാബിൽ അദ്ദേഹത്തിന്റെ അള്ളാഹുവിലേക്കുള്ള സുലൂക്കിൽ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന രീതികൾ ചർച്ച ചെയ്യുന്ന ഈ കിതാബിൽ ധാരാളമായി ജുനൈദ് റഹിമഹുല്ലാഹയെ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ജുനൈദ് റഹിമഹുല്ലാഹ് വാക്കാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും ധാരാളം ഫസ്ലുകളിൽ ഈ ഒരു കാര്യം പറയുകയും ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. واجمع العارفون എന്നിട്ട് തുടർന്ന് ഇബ്നു ഖയ്യിം പറയുന്നു, واجمع العارفون على أن الخشوع محله القلب. അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ദീനിൽ അവഗാഹമുള്ള ആരിഫീങ്ങൾ അവർ ഏകോപിച്ചിട്ടുണ്ട്, ഖുശൂ എന്നുള്ള ഈ മൻസിലെത്തി ഈ അവസ്ഥ, അതിന്റെ സ്ഥാനം ഖൽബാണ്. വസമറതുഹു അലൽ ജവാരിഹ്, അതിന്റെ അനന്തരഫലങ്ങൾ അവയവങ്ങളിൽ ഉണ്ടാകും. ഫഹിയ തുബ്ഹിറുഹു, അവയവങ്ങളാണ് അതിനെ പ്രകടമാക്കുക എന്നുള്ളത്. വകാന ബഅദു സഹാബത്തി റളിയല്ലാഹു അൻഹും യഖൂൽ, ചില സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് കാണാം, ഇയ്യാകും വഖുശൂഅൻ നിഫാഖ്, നിങ്ങൾ സൂക്ഷിക്കണം നിഫാഖിന്റെ ഖുശൂഇനെ, കപടതയുടെ ഖുശൂഇനെ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണം. ഫഖീല ലഹു, അപ്പോൾ ചോദിക്കപ്പെട്ടു, വമാ ഖുശൂഉൻ നിഫാഖ്, എന്താണ് നിഫാഖിന്റെ ഖുശൂഅ്? ഖാല അയ്യുറാ അൽ ബദനു ഖാശിഅൻ വൽ ഖൽബു ഗൈറു ഖാശിഇൻ, അതെന്താണ്? ശരീരം കൊണ്ട് ബാഹ്യമായ നിലക്ക് ഖുശൂ ഉള്ള ആളായിട്ട് കാണിക്കുകയും എന്നാൽ ഖൽബിൽ ഖുശൂ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് ഖുശൂഉൻ നിഫാഖ് എന്ന് പറയുന്നത്. അപ്പോൾ അസ്ൽ മഹല്ല് ഖുശൂഇന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്ഥാനം ഖൽബാണ്. അതിന്റെ അനന്തരഫലങ്ങൾ ശരീരങ്ങളിൽ കാണുമെന്ന് മാത്രം. ورأى عمر بن الخطاب رضي الله عنه رجلا فأطأ رقبته في الصلاة. ഒരു ദിവസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വ്യക്തിയെ കണ്ടു. അയാൾ നിസ്കരിക്കുന്ന സമയത്ത് പിറടി എല്ലാം താഴ്ത്തിക്കൊണ്ട്, അഥവാ വിധേയത്വവും താഴ്മയും കാണിക്കുന്ന രീതിയിൽ പ്രത്യേക രൂപത്തിൽ നിൽക്കുകയാണ്. ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സാഹിബർ റഖബ, ഈ പിറടി ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ വിനയം കാണിക്കുന്ന ആ നിലക്ക് നിൽക്കുന്നവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇർഫ റഖബതക്, നിന്റെ ആ പിറടി ഉയർത്ത്, തല നിവർത്തി നിൽക്ക്. ലൈസൽ ഖുശൂഉ ഫി റിഖാബ്, ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ പ്രത്യേക ഒരു രൂപം കാണിച്ചിരിക്കുന്നതിലല്ല ഖുശൂഅ്. ഇന്നമൽ ഖുശൂഉ ഫിൽ ഖുലൂബ്, ഖുശൂ എന്ന് പറഞ്ഞാൽ അത് ഖൽബിലാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ورأت عائشة رضي الله عنها شبابا يمشون ويتماوتون في مشيتهم. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചില യുവാക്കളെ കണ്ടു, ചെറുപ്പക്കാരെ കണ്ടു. അവരുടെ നടത്തത്തിൽ അവർ എത്തമാവത്തൂൻ എന്നല്ല പറഞ്ഞാൽ മരിച്ചതുപോലെ എന്ന് പറയാം, അഥവാ ഒരു വികാരമില്ലാതെ, അതായത് ഞങ്ങൾ ദുനിയാവിനോട് ഒരു ബന്ധവുമില്ല എന്നുള്ള നിലക്ക് ഒരു പ്രത്യേകമായ രീതിയിൽ മരിച്ചതുപോലെ നടക്കുന്ന, ആ നിലക്ക് ഭയങ്കരമായിട്ടുള്ള നിലക്ക് നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെ കണ്ടു. ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ ഒന്നിലേക്കില്ല, ഞങ്ങൾ ആ നിലക്ക്. ഫഖാലത്ത് ലിഅസ്ഹാബിഹ, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ ആളുകളോട് പറഞ്ഞു, മൻ ഹൗലാഇ, ചോദിച്ചു ആരാണ് ഇവർ? ഫഖാലു അന്നുസാക്ക്, അവർ പറഞ്ഞു ഇവരിങ്ങനെ അള്ളാഹുവിലേക്ക് മുന്നിടുന്ന ഇബാദത്തുകൾ മുഴുകുന്ന ഭൗതിക വിരക്തിയുള്ള ആളുകളാണ് എന്ന് നിലക്ക് പറഞ്ഞു. ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, കാന ഉമർ ഇബ്നുൽ ഖത്താബ് ഇദാ മശാ അസ്റഅ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നടക്കുന്ന സമയത്ത് വേഗത്തിൽ നടക്കുമായിരുന്നു, അല്ലാതെ ഇങ്ങനെ പതുക്കെ ഞങ്ങൾ ഒന്നിനുമില്ല എന്നുള്ള സാധുത്വം കാണിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിൽ വേഗത്തിൽ നടക്കുമായിരുന്നു. വൈദാ ഖാല അസ്മഅ, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾപ്പിക്കുമായിരുന്നു, മറ്റുള്ള ആളുകൾ കേൾക്കുന്ന രീതിയിൽ വളരെ ദൃഢമായി ശബ്ദത്തിൽ, അതായത് ആ കേൾക്കുന്ന രീതിയിൽ തന്നെ പറയുമായിരുന്നു, അല്ലാതെ ശബ്ദം ഇങ്ങനെ കുറച്ച് വിനയം കാണിക്കാൻ നിലക്കായിരുന്നില്ല. വൈദാ ളറബ ഔജഅ, ഇനി എന്തെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ശിക്ഷിക്കാനോ തഅദീബിനോ വേണ്ടി അടിക്കുകയാണെങ്കിൽ വേദനിപ്പിക്കുന്ന പോലെ തന്നെ അടിക്കുമായിരുന്നു, അഥവാ അങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിലല്ല, ശക്തിയായിട്ട് നിൽക്കാറുണ്ടായിരുന്നു. വൈദാ തുഅമ അശ്ബഅ,
അദ്ദേഹം ഭക്ഷിപ്പിക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷിപ്പിക്കാറുണ്ടായിരുന്ന ആളുകളെ, അഥവാ ആളുകളെ നല്ല രീതിയിൽ ഭക്ഷിപ്പിക്കാറുണ്ടായിരുന്നു. വകാന ഹുവ നാസികു ഹഖ്ഖൻ, ഉമർ റളിയല്ലാഹു അൻഹു ശരിയായിട്ടുള്ള നാസിക്കായിരുന്നു, അഥവാ ഈ നിലക്ക് ഖുശൂഉള്ള അള്ളാഹുവിലേക്ക് മുന്നിടുന്ന ആളായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ബാഹ്യമായി ചില കാര്യങ്ങൾ കാണിച്ചു കൂട്ടുക എന്നുള്ളതല്ല ഖുശൂ കൊണ്ട് ഉദ്ദേശം, അതിന്റെ സ്ഥാനം ഖൽബാണ് എന്ന് സഹാബികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. وقال فضيل بن عياض رحمه الله، فضيل بن عياض رحمه الله പറഞ്ഞു كان يكره أن يرى الرجل من الخشوع أكثر مما في قلبه. ഫുദൈൽ ബിൻ ഇയാദ് റഹിമഹുള്ള പറയുകയാണ്, വെറുക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തി പ്രകടമാക്കുക, ഒരു വ്യക്തിയിൽ നിന്ന് പ്രകടമാകുക അവന്റെ കൽബിലുള്ളതിനേക്കാൾ ഖുശൂ അവൻ കാണിക്കപ്പെടുന്ന ഒരവസ്ഥ, അവന്റെ ബാഹ്യമായി കാണിക്കപ്പെടുന്ന അവസ്ഥ വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന്. വഖാല ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം, അവ്വലു മാ തഫ്ഖിദൂന മിൻ ദീനികും അൽ ഖുശൂ, നിങ്ങളുടെ ദീനിൽ നിന്ന് ആദ്യമായി നഷ്ടപ്പെടുന്ന കാര്യം അത് ഖുശൂ ആയിരിക്കും. വആഖിറു മാ തഫ്ഖിദൂന മിൻ ദീനികും അസ്സലാ, നിങ്ങളുടെ ദീനിൽ നിന്ന് അവസാനത്തിൽ പോകുന്ന കാര്യം അത് നിസ്കാരമായിരിക്കും. വറുബ്ബ മുസല്ലിൻ ലാ ഖൈറ ഫീഹി, എത്ര നിസ്കരിക്കുന്ന ആളുകളാണ്, അവരിൽ ഒരു നന്മയുമില്ല. വയൂഷികു അൻ തദ്ഖുല മസ്ജിദൽ ജമാഅ ഫലാ തറാ ഫീഹിം ഖാശിയൻ, സമയം അടുത്തിട്ടുണ്ട്, നീ ഒരു ജമാഅത്ത് നടക്കുന്ന മസ്ജിദിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഖുശൂ ഉള്ള ഒരാളെയും കാണാത്ത ഒരവസ്ഥ. ആളുകൾ നിസ്കരിക്കുന്നുണ്ടാകും, നിസ്കാരത്തിന് ആളുകളുണ്ടാവും, ജമാഅത്തിന് ചിലപ്പോൾ ആളുകളുണ്ടാവും, പക്ഷെ ഒരാളുടെയും ഉള്ളിൽ ഖുശൂ ഇല്ലാത്ത, നിസ്കാരം എന്തോ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ മാത്രമായി തീരുന്ന, ഖൽബിൽ ഖുശൂ ഇല്ലാത്തൊരവസ്ഥ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് അന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, ആ സഹാബി പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെന്താണ് മസ്ജിദുകളുടെയും ജമാഅത്തുകളുടെയും ഒക്കെ അവസ്ഥ ഉണ്ടാവുക. ഇനി ഖുശൂവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു മസ്അല ഇബ്നു ഖയ്യിം ചർച്ച ചെയ്യുകയാണ്. ഫൈൻ ഖീല, ഇനി പറയപ്പെട്ടാൽ, മാ തഖൂലൂന ഫീ സ്വലാത്തി മൻ അദിമൽ ഖുശൂ' ഹൽ യുഅ്തദ് ബിഹാ അം ലാ, എന്താണ് ഒരാളുടെ നിസ്കാരത്തിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഒരു നിസ്കാരത്തിനെ കുറിച്ച് പറയാനുള്ളത്, ഒരാളുടെ നിസ്കാരം എന്താണ്, നിസ്കാരത്തിന്റെ വിഷയം ആദിമൽ ഖുശൂ, ആ നിസ്കാരത്തിൽ ഖുശൂ ഇല്ല, നിസ്കാരത്തിൽ ഭയഭക്തി ഇല്ലാത്ത ആ ഒരു താഴ്മ കൽബിന്റെ ആ അവസ്ഥ, ഖുശൂവിന്റെ അവസ്ഥ ഇല്ലാത്ത നിസ്കാരം, അത് മാറ്റി നിസ്കരിക്കണമോ അതോ വേണ്ടയോ? ഒരാൾ നിസ്കരിച്ചു, ആ നിസ്കാരത്തിന് ഖുശൂ ഇല്ലാതെയാണ് നിസ്കരിച്ചത്, ബാക്കിയൊക്കെ ഉണ്ട്, അയാൾക്ക് ഒരു ഭയഭക്തി ഇല്ല, ഒരു ശ്രദ്ധയില്ല. ശ്രദ്ധ എന്നതിനേക്കാൾ ഒരു സൂക്ഷ്മമായിട്ടുള്ള വാക്കാണ് ഭയഭക്തി, ആ താഴ്മ, വിധേയത്വം, ഇതൊന്നുമില്ല, ഖുശൂ ഇല്ല. അപ്പൊ ആ നിസ്കാരം അടക്കി നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ള ചർച്ച. ഖീല അമ്മൽ ഇഅ്തിദാദു ബിഹാ ഫി ത്സവാബ്, പ്രതിഫലത്തിന്റെ വിഷയത്തിലാണ് എങ്കിൽ ഫലാ യുഅ്തദു ലഹു മിൻഹാ ഇല്ലാ ബിമാ അഖല ഫീഹി വഖശഅ ഫീഹി ലിറബ്ബിഹി, പ്രതിഫലം ലഭിക്കുന്ന വിഷയത്തിൽ, അഥവാ ഒരു നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുമോ അല്ലെങ്കിൽ ഇതിനെ നിസ്കാരത്തെ മടക്കി നിസ്കരിക്കണോ എന്നുള്ളതിനേക്കാൾ മുമ്പുള്ള ചർച്ച എന്ന് വെച്ചാൽ അത് നിസ്കാരമായിട്ട് പരിഗണിക്കുമോ അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുന്നതായിട്ട് പരിഗണിക്കുമോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോ അതിന്റെ പ്രതിഫലത്തെ പരിഗണിക്കുന്ന വിഷയത്തിൽ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് അതിനെ കണക്ക് കൂട്ടുന്നതെങ്കിൽ, അതിനെ പരിഗണിക്കുന്നത് എങ്കിൽ അതിനെ ഏത് രീതിയിൽ കൂട്ടൂല, പ്രതിഫലം ലഭിക്കുന്നതായിട്ട് കൂട്ടൂല. കാരണം ശ്രദ്ധയോടുകൂടിയും ഖുശൂവോടുകൂടിയുമുള്ള നിസ്കാരത്തിനെ അല്ലാഹു തആലയിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ നിസ്കാരത്തെ പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരം എന്ന നിലക്ക് പരിഗണിക്കണമെങ്കിൽ അത് പറ്റൂല. കാരണം ശ്രദ്ധയോടുകൂടി നിസ്കരിച്ചാലേ, ഖുശൂവോടുകൂടി നിസ്കരിച്ചാലേ പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ. വമ്മൽ ഇഅ്തിദാദു ബിഹാ ഫി അഹ്കാമിദ് ദുനിയ വസുഖൂത്തുൽ ഖളാ, ഇനി അതിനെ പരിഗണിക്കുന്ന മറ്റൊരു മേഖല ദുനിയാവിന്റെ വിധിയിൽ, അഥവാ അവൻ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, നിസ്കരിച്ചവനാണ് എന്നുള്ള വിധി, അഥവാ അത് നിസ്കാരം ഖളാ ആയിട്ടില്ല, അവൻ നിസ്കരിക്കാത്തവന്റെ വിധിയല്ല അവന്റെ മേലെ എന്നുള്ള ചർച്ച. ഒരാൾ നിസ്കരിച്ചു, അവന് ഖുശൂ ഇല്ല, ആ ഖുശൂ ഇല്ലാത്തത് കൊണ്ട് അവന്റെ നിസ്കാരം ബാത്തിലായോ, അവൻ നിസ്കാരം ഖളാ വീട്ടണോ, അത് വീണ്ടും നിസ്കരിക്കണോ, അല്ലെങ്കിൽ ആ നിസ്കാരത്തെ നിസ്കാരമായിട്ട് കൂട്ടുമോ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ فإن غلب عليها الخشوع وتعقلها اعتد بها إجماعا,
ആ നിസ്കാരത്തിൽ ഭൂരിഭാഗം കൂടുതൽ അവന് ഖുശൂഉം ശ്രദ്ധയോടുകൂടിയാണ് അവൻ നിസ്കരിച്ചിട്ടുള്ളത് എങ്കിൽ, അഥവാ ഒരു നിസ്കാരം 4 റക്അത്ത് നിസ്കാരത്തിൽ 3 റക്അത്തും അവൻ ഖുശൂഓടുകൂടി നിസ്കരിച്ചിട്ടുണ്ട്, 1 റക്അത്തിൽ ലേശം ഖുശൂഉം ശ്രദ്ധയും നഷ്ടപ്പെട്ടിട്ട് എങ്കിൽ അത് ആ ഒരു കുഴപ്പമില്ലാത്ത സ്വീകരിക്കപ്പെടുന്ന നിസ്കാരമായിട്ടാണ് പരിഗണിക്കുക. വഇൻ ഗലബ അലൈഹി അദമുൽ ഖുശൂഉ ഫീഹാ, ഇനി അതിൽ ഒരു 3 റക്അത്തും ഖുശൂ ഇല്ലാതെ നിസ്കരിച്ചത്, 1 റക്അത്ത് മാത്രമേ ഖുശൂഓടുകൂടി നിസ്കരിച്ചുള്ളൂ, അങ്ങനെയാണെങ്കിലോ വഅദബു തഅഖുലിഹ, അവൻ ശ്രദ്ധയില്ലാതെയാണ് ബാക്കിയൊക്കെ നിസ്കരിച്ചത്. ഫഖദ് ഇഖ്തലഫ അൽ ഫുഖഹാഉ ഫീ വുജൂബി ഇആദതിഹാ വഔജബഹാ ഖൗമുൻ, ഉലമാക്കൾ അതിൽ എന്തായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. ആ നിസ്കാരം മടക്കി നിസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ ആ നിസ്കാരത്തെ നിസ്കാരമായി കൂട്ടുമോ എന്നുള്ളതിൽ ഉലമാക്കൾ എന്താക്കിയിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ നിർബന്ധമായും മടക്കി നിസ്കരിക്കണം, ആ നിസ്കാരം നിസ്കാരമായി കണക്ക് കൂട്ടില്ല എന്നുള്ള നിലക്ക് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുടെ വാദമാണ് ആദ്യം പറയുന്നത്. അഥവാ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞത് ആ നിസ്കാരം സഹീഹാവുകയില്ല, ആ നിസ്കാരം അവൻ മടക്കി നിസ്കരിക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ അത് പറയാനുണ്ടായ അവരുടെ വാദങ്ങൾ, അവരുടെ ന്യായങ്ങളാണ് ആദ്യം പറയുന്നത്. ഖാലു, അത് പറഞ്ഞ ആളുകൾ പറഞ്ഞു, അഥവാ നിസ്കാരം ശരിയല്ല, അഥവാ ഒരു നിസ്കാരത്തിന്റെ ഭൂരിഭാഗം സന്ദർഭത്തിലും അവന് തഅഖുലോ ഖുശൂഓ ഉണ്ടായിട്ടില്ല, ശ്രദ്ധയോ ചിന്തയോ ബോധമോ ഖുശൂഓ ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ആ നിസ്കാരം മടക്കി നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ളതിൽ മടക്കി നിസ്കരിക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ ന്യായങ്ങൾ. ഖാലു, അവർ പറഞ്ഞു, ലിഅന്നൽ ഖുശൂഅ വൽ അഖ്ല റൂഹുസ് സ്വലാത്തി വമഖ്സൂദുഹാ വലുബ്ബുഹാ, നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക, ശ്രദ്ധയുണ്ടാവുക എന്നുള്ളതെല്ലാം നിസ്കാരത്തിന്റെ റൂഹും നിസ്കാരത്തിന്റെ ലക്ഷ്യവും മജ്ജയുമാണ്. فكيف يعتد بصلاة فقدت روحها ولبها وبقيت صورتها وظواهرها, എങ്ങനെയാണ് ഒരു നിസ്കാരത്തെ നിസ്കാരമായി പരിഗണിക്കുക, കണക്ക് കൂട്ടുക, അതിന്റെ റൂഹും അതിന്റെ ആത്മാവും അതിന്റെ മജ്ജയും എല്ലാം നഷ്ടപ്പെട്ട് വെറും കോലം മാത്രമുള്ള നിസ്കാരത്തെ എങ്ങനെയാണ് നിസ്കാരമായിട്ട് പരിഗണിക്കാൻ സാധിക്കുക എന്നുള്ളത് അവരുടെ ചോദ്യമാണ്. ഖാലു, പിന്നെ അവർ പറഞ്ഞു, വലൗ തറക്കൽ അബ്ദു വാജിബൻ മിൻ വാജിബാതിഹാ അംദൻ ലബ്തലഹാ തർക്കുഹു, ഒരാൾ നിസ്കാരത്തിൽ വാജിബായിട്ടുള്ള ഒരു കാര്യം അവൻ വേണമെന്നുകൊണ്ട്, നിസ്കാരത്തിൽ ഫർള് റുക്നുകളുണ്ട്, അതുപോലെ നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ വാജിബാത്തുകളുണ്ട്, ആ വാജിബാത്ത് കാര്യങ്ങൾ വേണമെന്നുകൊണ്ട് ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിസ്കാരം എന്താവും, ബാത്തിലാവും. ഒരാൾക്ക് വാജിബാണെന്ന് അറിയാം, അത് ചെയ്യണമെന്നറിയാം, മറവിയൊന്നും വന്നിട്ടില്ല, പക്ഷെ റുക്കിന്റെ കാര്യമില്ല കേട്ടോ, വാജിബായ ഒരു കാര്യം അവൻ വാണിച്ചിട്ട് ഒഴിവാക്കിയാൽ തന്നെ നിസ്കാരം ബാത്തിലാകും. വഗായതുഹു അൻ യകൂന ബഅദൻ മിൻ അബ്ആബിഹാ ബിമൻസിലതി ഫവാതി അദ്മിൻ മിൻ അഅദാഇ അൽ അബ്ദിൽ മുഅ്തഖ് ഫിൽ കഫാറ, ഏതുപോലെയാണത് അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഫാറത്തിന് വേണ്ടി അഥവാ കഫാറത്ത് പ്രായശ്ചിത്തമായിക്കൊണ്ട് ചില തെറ്റുകൾക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കഫാറത്തായിക്കൊണ്ട് അല്ലാഹു തആല അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടിമയുടെ ചില അവയവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം മുറിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ ആ കഫാറത്ത് ശരിയാവില്ല. അഥവാ അടിമയെ മോചിപ്പിക്കുമ്പോൾ ഈ നിർബന്ധമായിട്ട് വരുന്ന കഫാറത്തുകൾ, ഇപ്പോ റമളാനിന്റെ പകലിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലേർപ്പെട്ടാൽ, ലിഹാർ ചെയ്താൽ, അറിയാതെ ഒരു മുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ ഇത്ഖുണ്ട്, അഥവാ അടിമയെ മോചിപ്പിക്കണം. ആ മോചിപ്പിക്കുമ്പോൾ നല്ല അടിമയാണ് മോചിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ന്യൂനതകളുള്ള, കുറവുകളുള്ള, വൈകല്യമുള്ള അടിമയല്ല മോചിപ്പിക്കേണ്ടത്. അപ്പൊ അതേപോലെയാണ് ഇതിന്റെ അവസ്ഥ. എന്നിട്ട് പറയാണ്, ഫകൈഫ ഇദാ അദിമത് റൂഹഹാ വലുബ്ബഹാ വമഖ്സൂദഹാ വസാറത് ബിമൻസിലത്തിൽ അബ്ദിൽ മയ്യിത്ത്. അപ്പൊ അങ്ങനെ ഒരു കഫാറത്തിന്റെ സമയത്ത് ഒരു അവയവം എന്തെങ്കിലും കുഴപ്പമുള്ള തന്നെ പറ്റൂല. നീ റൂഹില്ലാത്ത, അതിന് ഒരു കാര്യവുമില്ലാത്ത ഒരു മരിച്ച ഒരു മയ്യത്തിനെ, ഒരു അബ്ദിനെയാണ്, ഒരു അടിമയാണ് മോചിപ്പിക്കുന്നതെങ്കിലോ, ഒരു മരിച്ച അടിമയെ മോചിപ്പിക്കണമെങ്കിലോ ആ കഫാറത്ത് ശരിയാവുമോ? ഫഇദാ ലം യുഅ്തദ് ബിൽ അബ്ദിൽ മഖ്തൂഇൽ യദ്, കൈ മുറിക്കപ്പെട്ട ഒരു അടിമയെ തന്നെ കഫാറത്തിന്റെ വിഷയത്തിൽ കഫാറത്തായി പരിഗണിക്കൂല, ശരിയാവൂല. യുഅ്തിഖഹു തഖർറുബൻ ഇലല്ലാഹി തആല ഫി കഫാറത്തിൽ വാജിബ, നിർബന്ധമായിട്ടുള്ള കഫാറത്തിൽ അള്ളാഹുവിന്റെ സാമീപ്യം തേടിക്കൊണ്ട് അങ്ങനെ വൈകല്യമുള്ള ന്യൂനതകളുള്ള അടിമയെ മോചിപ്പിച്ചാൽ തന്നെ ശരിയാവൂല. ഫകൈഫ യുഅ്തദ് ബിൽ അബ്ദിൽ മയ്യിത്ത്, അപ്പോ മരിച്ചുപോയ ഒരു മയ്യിത്തിനെ കൊണ്ട് എങ്ങനെയാണ് ശരിയാവുക? ഇവിടെ ഈ ഒരു ഉദാഹരണം പറയാനുള്ള കാരണം, ഈ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായ വാജിബ് ഒഴിവാക്കിയാൽ തന്നെ നിസ്കാരം ബാത്തിലാകും. ഇവിടെ അതിന്റെ റൂഹായിട്ടുള്ള ഖുശൂ തന്നെ ഇല്ലാതാകുമ്പോൾ
എങ്ങനെയാണ് പിന്നെ നിസ്കാരം ശരിയാവുക എന്നുള്ളതാണ് അവരുടെ വാദം. അതിന് അവർ ഉദാഹരണം എടുത്തത് ഈ അടിമയെ മോചിപ്പിക്കുന്നതിലുള്ള ഈ ഒരു കാര്യത്തെയാണ് എടുത്തത്. അപ്പൊ ഇങ്ങനെയുള്ള ന്യായങ്ങളാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് ഖുശൂ ഇല്ലാതെ നിസ്കാരം ശരിയാവുക, മടക്കി നിസ്കരിക്കുക നിർബന്ധമാണ് എന്ന് പറയുന്നത്. ولهذا قال بعض السلف, അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത് الصلاة كجارية تهدى إلى ملك من الملوك, നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജാക്കന്മാരിലെ ഒരു രാജാവിന് സമ്മാനമായി നൽകുന്ന ഒരു അടിമപ്പെണ്ണിനെ പോലെയാണ്, ഒരു അടിമ സ്ത്രീയെ പോലെയാണ്. അടിമ സമ്പ്രദായത്തിൽ അടിമകളെ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങളായിക്കൊണ്ട് നൽകാറുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ടതാണ് മാരിയത്തുൽ ഖിബ്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇബ്രാഹിം എന്നുള്ള മകൻ ജനിച്ച അടിമ സ്ത്രീ. അപ്പോൾ അതുപോലെയുള്ള അങ്ങനെയുള്ള രീതികളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു രാജാവിന് കൊടുക്കുന്ന അടിമ സ്ത്രീയെ പോലെയാണ്. ഇപ്പൊ ഏറ്റവും നല്ല ഗുണങ്ങളുള്ള സ്ത്രീയാണ് കൊടുക്കുക. മാരിയത്തുൽ ഖിബ്തി അവർ വളരെയധികം സൗന്ദര്യമുള്ള സ്ത്രീ ആയിരുന്നു എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള നല്ല സ്ത്രീകളെയാണ് പിന്നെ ഇങ്ങനെ നൽകാറുള്ളത്. അപ്പോൾ രാജാവിന് ഒരു ഇങ്ങനെ അടിമ പെണ്ണിനെ അത് ജാരിയത്തിനെ കൊടുക്കുകയാണ്. فما ظن بمن يهدى إليه جارية شلاء يهدي إليه جارية شلاء أو عوراء أو عمياء. അപ്പോൾ എന്താണ് ഒരാളുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി പറയാണ്. ഒരാൾ ഹദിയായിട്ട് കൊടുക്കുകയാണ് എന്തെങ്കിലും വൈകല്യങ്ങളുള്ള, ഷെല്ല ആയിട്ടുള്ള വൈകല്യങ്ങളുള്ള, ഔറ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ കോങ്കണ്ണുള്ള, കണ്ണിന് അസുഖങ്ങളുള്ള, അമ്യ അന്ധയായിട്ടുള്ള, ഔ മക്തൂഅത്തൽ യദിവദിജിൽ അല്ലെങ്കിൽ കയ്യും കാലും മുറിക്കപ്പെട്ട, ഔ മരിയമസൻ അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള, ഔ ജമിനത്തൻ മാറാരോഗം ബാധിച്ചിട്ടുള്ള, ഔ ഖബീഹത്തൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുള്ള, ന്യൂനതകളുള്ള അങ്ങനെയുള്ള ഒരാളെ ഹത്താ യുഹ്ദിയ ജാരിയത്തൻ മൈറ്റത്തൻ അല്ലെങ്കിൽ ജീവനില്ലാത്ത മരിച്ചുപോയിട്ടുള്ള ഒരു ജാരിയത്തിനെ കൊടുക്കുകയാണ്. ബിലാറൂഹിൻ ഔ ജാരിയത്തൻ ഖബീഹത്തൻ അല്ലെങ്കിൽ മോശപ്പെട്ട ന്യൂനതകളുള്ള ഒരു പെണ്ണിനെ, ഒരു അടിമ സ്ത്രീയെ ഹദിയായി കൊടുക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ കൊടുത്ത എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? ഫഹകദാ സ്വലാത്തുല്ലതി യുഹ്ദിഹാ അൽ അബ്ദു, അതുപോലെയാണ് നിസ്കാരം അള്ളാഹുവിന് മുമ്പിൽ നൽകുന്ന ഒരു ഹദിയ പോലെയാണ് മനസ്സിലാക്കാൻ. വയതഖറബു ബിഹാ ഇലാ റബ്ബിഹി തആല, അതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യമാണ് അവൻ തേടുന്നത്. ഒരു രാജാവിനെ സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനാണ് ഹദിയകൾ നൽകുന്നത്. അതുപോലെയാണ് നിസ്കാരം അള്ളാഹുവിന് മുമ്പിൽ. അപ്പൊ നിസ്കാരത്തിന്റെ റൂഹായിട്ടുള്ള ഖുശൂ ഇല്ല എങ്കിൽ, ഭൗതികമായിട്ടൊരു രാജാവിന് കൊടുക്കുന്ന ഒരു വസ്തുവിൽ തന്നെ ഇങ്ങനെ ന്യൂനതകളുണ്ട് എങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ എങ്ങനെയായിരിക്കും ഖുശൂ ഇല്ലാത്ത നിസ്കാരത്തിന്റെ കാര്യം? എന്നിട്ട് പറയുന്നു വല്ലാഹു ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹു ത്വയ്യിബാണ്, ത്വയ്യിബല്ലാത്തൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു പരിശുദ്ധനാണ്, വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. വലൈസ മിനൽ അമലി ത്വയ്യിബ് സ്വലാത്തുൻ ലാ റൂഹ ഫീഹാ, ത്വയ്യിബായിട്ടുള്ള അമലിൽപ്പെട്ട കാര്യമല്ല, അല്ലെങ്കിൽ ത്വയ്യിബായ ഒരു അമലാവില്ല ഖുശൂ ഇല്ലാത്ത, റൂഹില്ലാത്ത നിസ്കാരം അഥവാ ഖുശൂ ഇല്ലാത്ത. കമാ അന്നഹു ലൈസ മിനൽ ഇത്ഖ് ത്വയ്യിബ് ഇത്ഖു അബ്ദിൻ ലാ റൂഹ ഫീഹി, ഏതുപോലെ ത്വയ്യിബായിട്ടുള്ള ഒരു അടിമ മോചനമാവുകയില്ല റൂഹ് ഇല്ലാത്തൊരു അടിമയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ. അഥവാ കഫാറത്തിന്റെ വിഷയത്തിലും മറ്റു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടുമെല്ലാം അടിമയെ മോചിപ്പിക്കുകയാണെങ്കിൽ ജീവനുള്ള ആരോഗ്യമുള്ള അടിമയെ മോചിപ്പിക്കണം. അതല്ലാത്ത മോചിപ്പിക്കുക എന്നുള്ളത്, റൂഹില്ലാത്ത ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് ത്വയ്യിബല്ല. അതുപോലെയാണ് നിസ്കാരവും. ഖാലു, മറ്റൊരു വാദം അവർ പറഞ്ഞിട്ടുള്ളത്, ന്യായം അവർ പറഞ്ഞിട്ടുള്ളത്, ഇത് ഏതാണ് ചർച്ച നമുക്ക് ഓർമ്മ വേണം. ഖുശൂ ഇല്ലാത്ത നിസ്കാരമായി പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ അത് മടക്കി നിസ്കരിക്കണം എന്ന്, അത് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളവർ പറഞ്ഞ ന്യായങ്ങളാണ്. ഖാലു, അവർ പറഞ്ഞു വതഅതീലുൽ ഖൽബി അൻ ഉബൂദിയത്തിൽ ഹുദൂരി വൽ ഖുശൂഇ തഅതീലു ലിമൽക്കിൽ അഅബാഇ അൻ ഉബൂദിയതിഹി, ഒരു ഉബൂദിയത്ത്, അല്ലാഹുവിന് മുമ്പിൽ തെളിയിക്കുന്ന ഉബൂദിയത്ത് ആരാധനയാണ് നിസ്കാരം. അപ്പൊ ആ ഉബൂദിയത്തിൽ ഹുദൂറും ഖുശൂഉം ഒന്നുമില്ലാതെ, ഖൽബ് അതൊന്നുമില്ലാത്ത അവസ്ഥയിലാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും അവയവങ്ങളുടെ രാജാവ് ആ ഉബൂദിയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പോലെയാണ്. കാരണം ഖൽബ് എന്നുള്ളത് മലിക്കുൽ അഅബാ എന്നാണ് ഉലമാക്കൾ സലഫുകളെല്ലാം പറയാറുള്ളത്. കാരണം ഹദീസിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ഖൽബ് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവും, ഖൽബ് ഫസാദായാൽ ശരീരം മുഴുവൻ ഫസാദാവും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്, കൽബിന് ശ്രദ്ധയില്ല, അല്ലെങ്കിൽ കൽബ് നഷ്ടപ്പെട്ടു, കൈയുണ്ട്, കാലുണ്ട്, ബാക്കിയുള്ള അവയവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കൽബ് അതിനില്ല എങ്കിൽ വഅജ്ലുല്ലഹു അൻഹ, ആ ഉബൂദിയത്തിൽ നിന്ന് കൽബ് മാറി നിൽക്കുകയാണ് എങ്കിൽ ഫമാദാ തുഗ്നി ത്വാഅത്തു റഇയ്യതി വഉബൂദിയതുഹാ വഖദ് ഉസില മലിക്കുഹാ വതഅത്തൽ, പിന്നെ എന്താണ് അതിന്റെ അവസ്ഥ? എന്ത് കാര്യമുള്ളത് അതുകൊണ്ട്? അഥവാ അതിന്റെ രാജാവും അതിന്റെ പ്രധാനപ്പെട്ട ആളും മാറി നിൽക്കുകയാണ്,
പ്രജകളായിട്ടുള്ള ബാക്കിയുള്ള അവയവങ്ങൾ മാത്രമാണ് അതിൽ നിൽക്കുന്നത് എങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് ആ രാജാവില്ലാത്ത ആ ഇബാദത്തിനുള്ളത് എന്ന്. ഖാലു മറ്റൊരു അഭിപ്രായം അവർ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ന്യായം അവർ പറഞ്ഞിട്ടുള്ളത്, വല അഅ്ദാഉ താബിഅത്തുൻ ലിൽ ഖൽബ്, അവയവങ്ങൾ എന്നുള്ളത് കൽബിനെ തുടർന്നുകൊണ്ടുള്ളതാണ്. അഥവാ കൽബിന്റെ കൽപ്പനകൾക്കനുസരിച്ച് നിൽക്കുന്നതാണ് അവയവങ്ങൾ. തസ്ലുഹു ബി സ്വലാഹി, കൽബ് നന്നാവുന്നതനുസരിച്ച് അവയവങ്ങൾ നന്നാകും. വതഫ്സുദു ബി ഫസാദി, കൽബ് ഫസാദാവുന്നതനുസരിച്ച് അവയവങ്ങൾ ഫസാദാവും. ഫഇദാ ലം യകുൻ ഖായിമൻ ബി ഉബൂദിയതിഹി, കൽബ് ആ ഉബൂദിയത്തിന് നിലകൊള്ളുന്ന ഒരു അവസ്ഥയിലല്ല എങ്കിൽ فالأعضاء أولى ألا يعتد بعبوديتها, അവയവങ്ങൾ ആണ് ഏറ്റവും അർഹമായിട്ടുള്ളത് ആ ഉബൂദിയത്തിൽ ശരിയായി പങ്കുചേർന്നിട്ടില്ല എന്നുള്ളത്. അഥവാ ഒരാളുടെ കൽബ് നേരാവണ്ണം ഇബാദത്തിന് നിന്നിട്ടില്ല എങ്കിൽ ആ അവയവങ്ങളുടെ ഇബാദത്തുകളൊന്നും ശരിയായിട്ടുണ്ടാവില്ല എന്നുള്ളതിനൊരു സംശയമില്ല, അത് ഉറപ്പാണ്. وإذا فسدت عبوديته بالغفلة والوسواس فأنى تصح عبودية رعيته وجنده ومادتهم منه. ഒരു ഖൽബിന്റെ ഉബൂദിയത്ത്, അള്ളാഹുവിനോട് കാണിക്കുന്ന ഈ ആരാധന ഗഫലത്ത് കൊണ്ടും അശ്രദ്ധ കൊണ്ടും മറ്റു പല വസ്വാസുകൾ കൊണ്ടുമെല്ലാം അതെന്തായിട്ടുണ്ട്, ഫസാദായിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് അത് ആ രാജാവായിട്ടുള്ള കൽബിന്റെ സൈന്യത്തിന്റെയും അതിന്റെ പ്രജകളുടെയും അതിന്റെ ഉപകരണങ്ങളായിട്ടുള്ള മറ്റുള്ള അവയവങ്ങളുടെയും ഉബൂദിയത്ത് ശരിയാവുക? വനംദിഹി യസ്തുറൂൻ വബിഹി യഅ്തമിറൂൻ, ആ കൽബിന്റെ കൽപ്പനക്കനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതും അതിനെ പിൻപറ്റിക്കൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ബാക്കിയുള്ളത് ശരിയാവുക എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പൊ ഇങ്ങനെയുള്ള ന്യായങ്ങളാണ് ഖുശൂ നഷ്ടപ്പെട്ടാൽ സംസ്കാരം ശരിയാവുകയില്ല, അത് വീണ്ടും നിർവഹിക്കണം, അതിന്റെ ഹുക്കം തന്നെ ശരിയാകില്ല എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള ന്യായങ്ങൾ. ഫബിൽ ജുംല, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയണം, മൊത്തത്തിൽ പറഞ്ഞാൽ മസ്ലഹത്തുൽ ഇഖ്ലാസ് വൽ ഹുദൂർ വജംഇയ്യത്തുൽ ഖൽബി അലല്ലാഹി തആല ഫിസ് സ്വലാ, നിസ്കാരത്തിൽ ഒരാളുടെ കൽബിൽ ഒരു സാന്നിധ്യം ഉണ്ടാവുക, ഇഖ്ലാസ് ഉണ്ടാവുക, കൽബ് അല്ലാഹുവിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതെല്ലാം അർജഹു ഫീ നബരി ശാരി' മിൻ മസ്ലഹത്തി സായിരി വാജിബാതിഹ, മറ്റുള്ള നിസ്കാരത്തിൽ വാജിബായിട്ടുള്ള അർക്കാനുകളല്ല വാജിബായിട്ടുള്ള കാര്യങ്ങൾ നേരെയാവുക എന്നുള്ളതിനേക്കാളെല്ലാം പ്രാധാന്യമുള്ളതാണ്. അതായത് നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാവുക, മനസ്സാന്നിധ്യം ഉണ്ടാവുക, ഖുശൂ ഉണ്ടാവുക, അള്ളാഹുവിന്റെ മുമ്പിലാണെന്നുള്ള ബോധം ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള വാജിബാത്തുകളെക്കാളെല്ലാം അർജഹായിട്ടുള്ള പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ് വാജിബാത്തുകൾ. فكيف يظن به أن يبطلها بترك تكبيرة واحدة, ഇനി വാജിബാത്തുകളിൽ തന്നെ ചിലത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്, അതല്ലാത്ത ഏതെങ്കിലും ഒരു തക്ബീർ ഒരുവൻ വേണച്ചിട്ട് ഒഴിവാക്കി വിചാരിക്കുക. ഔ ഇഅ്തിദാലുൻ ഫി റുക്നി, ഈ റുക്നുകളിൽ കുറച്ചു നേരം ഒതുങ്ങി നിൽക്കുക, നേരെ ചൊവ്വേ നിൽക്കുക, സുജൂദാണെങ്കിൽ നേരെ സുജൂദ് ചെയ്യുക, റുക്കൂ നേരെ ആവുക, ആ കാര്യം ഒരാൾ ഒഴിവാക്കുകയാണ്. ഔ തർക്കി ഹർഫിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തസ്ബീഹിലോ ദിക്റിലോ ഉള്ള ഏതെങ്കിലും ഒരു ഹർഫ് വിട്ടുപോകാൻ, ഫാത്തിഹയിലുള്ളത് പറ്റൂല, ബാക്കിയുള്ള ഏതെങ്കിലും. ഔ ശദ്ദത്തിൻ മിനൽ ഖിറാഅത്തിൽ വാജിബ, അല്ലെങ്കിൽ വാജിബായിട്ടുള്ള പാരായണം ചെയ്യേണ്ട ഏതെങ്കിലും സൂറത്തുകളുടെ വിഷയത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലോ ഏതെങ്കിലും ശബ്ദ നഷ്ടപ്പെടുകയാണ്, അർത്ഥം മാറിപ്പോവും, അക്ഷരം മാറിപ്പോവും, ശബ്ദ നഷ്ടപ്പെടുകയാണ്. ഔ തർക്കി തസ്ബീഹത്തിൻ, അല്ലെങ്കിൽ ഒരു തസ്ബീഹ് നഷ്ടപ്പെടുത്തുകയാണ് ചെല്ലേണ്ടത്. ഔ ഖൗലി സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അല്ലെങ്കിൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നുള്ള വിട്ടുപോവാണ്. ഔ ഖൗലി റബ്ബനാ വലക്കൽ ഹംദ്, അല്ലെങ്കിൽ റബ്ബനാ വലക്കൽ ഹംദ് എന്നുള്ള വിട്ടുപോവാണ്. ഇതൊക്കെ പിന്നെ വാജിബും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന. ഔ ദിക്രി റസൂലിഹി ബിസ്സലാത്തി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തിന്റെ വിഷയത്തിൽ അത് വാജിബാണോ, പിന്നെ വാജിബാണ്, അത് വാജിബായിട്ടുള്ള ആ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് സ്വലാത്ത് വിട്ടുകളയുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയാൽ തന്നെ, ഒരാൾ ഒഴിവാക്കിയാൽ തന്നെ നമസ്കാരം എന്താവും, ബാത്തിലാവും. വാജിബായ ഒരു കാര്യം നിർബന്ധമായിട്ട് ഒരാൾ ഒഴിവാക്കി, ബോധത്തോടു കൂടി, നിർബന്ധമെന്നല്ല അയാൾ വേണമെന്ന് വെച്ചുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമസ്കാരം ബാത്തിലാവും. ഒരാൾക്കറിയാം റുക്കൂ എന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം, അല്ലെങ്കിൽ സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണം, അയാൾക്കറിയാം. എന്നിട്ട് അയാൾ എന്ത് ചെയ്യില്ല, അത് ചെയ്യുന്നില്ല. അത് വാജിബാണെന്ന് അയാൾക്കറിയാം, അത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വാജിബായ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നില്ല, വേണത്തിൽ ചെയ്യാതിരുന്ന നിസ്കാരം ബാത്തിലാവും. മറവി കൊണ്ടാണെങ്കിൽ സഹവിന്റെ സുജൂദ് കൊണ്ടെല്ലാം പരിഗണിക്കപ്പെടും. അപ്പൊ അങ്ങനെ ഒഴിവാക്കിയാൽ തന്നെ നിസ്കാരം എന്താവും, ബാത്തിലാകും. എന്നിട്ട് ചോദിക്കുകയാണ് ثم يصححها مع ثبات لبها ومقصودها اللعب وروحها وسرها, പിന്നെ ഇത് നഷ്ടപ്പെട്ടതിന് ഈ അവസ്ഥ, പിന്നെ ഈ ലുബില്ലാതെ അഥവാ ഈ മജ്ജയില്ലാതെ, ലക്ഷ്യമില്ലാതെ, റൂഹില്ലാതെ, ഖുശൂ ഇല്ലാത്ത നിസ്കാരം, അതിന്റെ രഹസ്യം അതാണ്, നിസ്കാരത്തിൽ ഉണ്ടാകേണ്ട കാര്യം അതാണ്.
അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കാര്യം ഉണ്ടാവുക? അപ്പൊ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് പറയുന്നത്. അതാണ് ഈ നേരത്തെ പറഞ്ഞ ന്യായങ്ങളുടെ എല്ലാം ആകത്തുക. فهذا ما احتجت به هذه الطائفة وهي حجج كما تراها قوة وظهورا. ഇതാണ് ഈ വിഭാഗം, അഥവാ നിസ്കാരം ശരിയാവൂല, മടക്കി നിർവഹിക്കണം എന്ന് പറഞ്ഞ ആളുകൾ തെളിവ് പറഞ്ഞിട്ടുള്ള മേഖല ഇതാണ്. ഇത് അവർക്ക് ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ ശക്തിയായിട്ടുള്ള തെളിവായിട്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയാണ് അടുത്ത ചർച്ച. മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായത്തിൽ വഖാല അസ്ഹാബുൽ ഖൗലിൽ ആഖർ, മറ്റൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളവർ പറഞ്ഞ വാക്ക് ശറാഇഉൽ ഇസ്ലാമി അലൽ അഫ്ആലിൽ ളാഹിറ, ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമങ്ങൾ പരിഗണിക്കുക അതിന്റെ ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ടാണ്. വഅമ്മാ ഹഖായിഖുൽ ഈമാനിൽ ബാത്തിന ഫതിൽക അലൈഹാ ശറാഇഉ തവാബി വൽ ഇഖാബ്, ബാത്തിനായിട്ടുള്ള അഥവാ ഖൽബിയായിട്ടുള്ള ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതെല്ലാം അത് പ്രതിഫലവും ശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ഒരാൾ നിസ്കരിച്ചോ എന്നുള്ളത് അവൻ ബാഹ്യമായി കാണുന്ന രീതിയിൽ ഒരാൾ റുക്കൂ ചെയ്തു, സുജൂദ് ചെയ്ത്, നിസ്കാരത്തിന്റെ റുക്കനും വാജിബാത്തുകളൊക്കെ ചെയ്ത് ഒരാൾ നിസ്കാരം നിർവഹിച്ചോ എന്നുള്ളതിനനുസരിച്ച് അടിസ്ഥാനത്തിലാണ് നിസ്കരിച്ചോ ഇല്ലയോ എന്നുള്ള വിധി അവന്റെ മേലെ ഉണ്ടാവുക. അവന് ഖുശൂ ഉണ്ടായിരുന്നോ, ഇഖ്ലാസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഖൽബിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ പ്രതിഫലം കിട്ടുന്നതിലും ശിക്ഷ ലഭിക്കുന്നതിലുമാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഫലില്ലാഹി തആല ഹുക്മാൻ, അല്ലാഹുവിന് രണ്ട് രീതിയിലുള്ള ഹുക്മുണ്ട്. ഹുക്മുൻ ഫിദ് ദുനിയ അലാ ശറാഇൽ ളാഹിറ വ അഅമാലിൽ ജവാരിഹ്, ദുനിയാവിലുള്ള ഹുക്മ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരീഅത്തിന്റെ ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെടാൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. വഹുക്മുൽ ആഖിറ അലൽ ഹഖായിഖ് വൽ ബവാത്തിൻ, എന്നാൽ പരലോകത്തെ ഹുക്ം എങ്ങനെയാണ്? ആ കർമ്മം ചെയ്താൽ മാത്രം പോരാ, അതിന്റെ നിയ്യത്തും ഉദ്ദേശവും എന്താണ് എന്നുള്ളതിനെ പരിഗണിച്ചിട്ടായിരിക്കും. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു, നഅം, അത് ശരിയാണ്. ലാ യഹ്സുലു മഖ്സൂദു ഹാദിഹി സ്വലാ മിൻ സവാബില്ലാഹി ആജിലൻ വലാ ആജിലൻ, ഈ നിസ്കാരത്തിന് ലക്ഷ്യമുണ്ട്, അഥവാ അള്ളാഹുവിന്റെ പ്രതിഫലം അത് ദുനിയാവിൽ ലഭിക്കുന്നുമുണ്ട് പരലോകത്തിൽ ലഭിക്കുന്നുമുണ്ട്. ഫൈനലിസ്വല, ദുനിയാവിലെ പ്രതിഫലം പറഞ്ഞാൽ എന്താ? ഫൈനലിസ്വലാത്തി മസീദൻ ആജിലൻ ഫിൽ ഖൽബി മിൻ ഖുവ്വത്തി ഈമാനിഹി, ഒരു നിസ്കാരം അതിന്റെ പരിപൂർണമായ നിലയ്ക്ക് ശരിയായിട്ടാണ് ഒരുവൻ നിർവഹിക്കുന്നത് എങ്കിൽ അവന്റെ ഈമാനിന് ഖുവ്വത്തിൽ വർധനമുണ്ടാകും. വസ്തിനാറത്തിഹി വൻശിറാഹിഹി വൻഫിസാഹിഹി വവജ്ദിഹി ഹലാവത്തിൽ ഇബാദ, അവന്റെ ആ കൽബ് പ്രകാശിക്കുന്നതിലും അതിന്റെ വിശാലതയിലും അതിന്റെ തുറവിയിലും ഇബാദത്തിന്റെ മാധുര്യം കണ്ടെത്തുന്നതിലൊക്കെ അതിന് സ്വാധീനം ഉണ്ടാവും. നല്ല രീതിയിലുള്ള നിസ്കരിച്ചാൽ ദുനിയാവിൽ കിട്ടുന്നതാണ്. വൽ ഫർഹ് വസ്സുറൂർ, അവന് സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും. വൽ ലദ്ദ, അതിന്റെ ആസ്വാദനം ഉണ്ടാകും. അല്ലദീ തഹ്സുലു ലിമൻ ഇജ്തമഅ ഖൽബുഹു വഹമ്മുഹു അലല്ലാഹ്, അള്ളാഹുവിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിസ്കരിക്കുന്ന ഒരാൾക്ക് നിസ്കാരം കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഈ രീതിയിലുള്ള സന്തോഷവും ആസ്വാദനവുമെല്ലാം. വഹവറ ഖൽബുഹു ബൈന യദൈഹി, അല്ലാഹുവിന്റെ മുമ്പിൽ മനസാന്നിധ്യത്തോട് നിസ്കരിക്കുന്നവന്. കമാ യഹ്സുലു ലിമൻ ഖറബഹു സുൽത്താനു മിൻഹു, ഏതുപോലെ ഒരു അധികാരി, ഒരു ദുനിയാവിൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു സുൽത്താൻ, ആ സുൽത്താൻ ഒരാളെ അടുപ്പിക്കുകയാണ്. വഖസ്സഹു ബിമുനാജാതിഹി, പ്രത്യേകമായ സ്ഥാനം കൊടുത്ത് സംസാരിക്കാനൊക്കെ. വലിഖ്ബാലി അലൈഹി വല്ലാഹു അലാ വജൽ, പ്രത്യേകമായിട്ടൊരു സ്ഥാനം പദവിയും കൊടുക്കുന്ന പോലെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത് അതിനേക്കാൾ എത്രയോ ഉന്നതമായിട്ടുള്ളതാണ്. അല്ലാഹു തആലയിലേക്ക് ഈ നല്ല രീതിയിൽ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൽ നിന്ന് ഈ നിലക്കുള്ള ദുനിയാവിൽ വെച്ചിട്ടുള്ള ആനന്ദവും സന്തോഷവും എല്ലാം ലഭിക്കും. വകദാലിക മാ യഹ്സുലു ലിഹാദാ മിന ദറജാതിൽ ഉലാ ഫിൽ ആഖിറ, അതുപോലെ തന്നെ പരലോകത്തും ഉന്നതമായ ദറജകൾ ഈ നിസ്കാരം കൊണ്ട്, ഈ ശ്രദ്ധയോടുകൂടിയുള്ള ഖുശൂവോടുകൂടിയുള്ള നിസ്കാരം കൊണ്ട് കിട്ടാനുണ്ട്. മുറാഫഖത്തുൽ മുഖറബീൻ, അവിടെ എന്ത് കിട്ടും? അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ള ആളുകളോടൊപ്പം എത്താൻ സാധിക്കും. കുല്ലു ഹാദാ യഫൂതുഹു ബിസവാത്തിൽ ഹുദൂരി വൽ ഖുശൂ' എന്ന് പറയുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ രണ്ടാമത് നമ്മൾ പറയുന്ന ചർച്ച എന്താണ്? ഈ നിസ്കാരം സ്വഹിയാകുമോ ഇല്ലയോ അല്ലെങ്കിൽ ബാത്തിലാകുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ ഖുശൂ' നഷ്ടപ്പെട്ടാൽ അത് ബാത്തിലാകുമെന്ന് പറഞ്ഞ ആളുകളുടെ വാദം നമ്മൾ ആദ്യം പറഞ്ഞു. രണ്ടാമത്തേത് പറഞ്ഞത് ആ ഇസ്ലാമിൽ ഒരു അമലിനെ പരിഗണിക്കുന്നത് ബാഹ്യമായ നിലക്കാണ്. ബാത്തിനായതിന് അല്ലാഹു തആല പ്രതിഫലത്തിന്റെ ബാബിലാണ് പരിഗണിക്കുക. ആ പ്രതിഫലം ദുനിയാവിലും ലഭിക്കും പരലോകത്തും ലഭിക്കും. അപ്പൊ നേരാവണ്ണം നിസ്കരിച്ച ഖുശൂവോടുകൂടി നിസ്കരിച്ച ആൾക്ക് ദുനിയാവിൽ ചില പ്രതിഫലങ്ങളുണ്ട്, പരലോകത്ത് ഉന്നതമായ ദർജകളും അവസ്ഥകളുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ പ്രതിഫലങ്ങളും എല്ലാം ഖുശൂഉം ഹുദൂറും എല്ലാം ഇല്ലാതിരിക്കുമ്പോൾ നഷ്ടപ്പെടും. വഇന്നർ റജുലൈനി ലയകൂനു മഖാമുഹുമാ ഫിസ്സഫി വാഹിദ,
ഈ രണ്ടാളുകൾ അവർ ഒരു സഫിൽ നിന്ന് അവർ നിസ്കരിക്കുകയായിരിക്കും. വബൈന സ്വലാത്തിഹിമ കമാ ബൈന സമായി വൽ അർദ്, പക്ഷെ അവരുടെ നിസ്കാരങ്ങൾ തമ്മിൽ ആകാശഭൂമിയിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം എന്താണ്? അവന്റെ ഖുശൂ, ഒരാൾക്ക് ഖുശൂ ഉണ്ടെങ്കിൽ അവന്റെ നിസ്കാരം അത്ര വ്യത്യാസമായിരിക്കും. ഖുശൂ ഇല്ലാതെ അശ്രദ്ധമായി നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അവനുണ്ടാവുന്ന സന്തോഷവും സമാധാനവും ആനന്ദവും ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹുദൂറോടും ഖുശൂവോടും കൂടി നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അശ്രദ്ധമായി നിസ്കരിക്കുന്ന അവസ്ഥയുണ്ടാകും. മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ ആ ഹുദൂറോടുകൂടി നിസ്കരിക്കുന്ന നിസ്കാരം കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലുള്ള ഭാരങ്ങൾ നീങ്ങിപ്പോകുന്ന, സമാധാനം ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും. അപ്പോ അതെല്ലാം നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അത് ദുനിയാവിലെ പ്രതിഫലമാണ്, അതൊക്കെ നഷ്ടപ്പെടുന്നത് ഈ ഖുശൂ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ അതിനെ ബാധിക്കും. വലൈസ കലാമുനാ ഫീ ഹാദാ കുല്ലിഹി, ഇത് പിന്നെ ഈ വിഷയത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു സംസാരമല്ല എന്ന് പറയാം. എന്നിട്ട് ഇതിനെല്ലാം ചുരുക്കിക്കൊണ്ട് ഈ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്ന വിഷയം, فإن أردتم وجوب الإعادة لتحصل هذه الثمرات والفوائد فذاك إليه. അപ്പോൾ ഇനിയിപ്പോൾ പറയാണ്, നീ നിസ്കരിക്കണോ വേണ്ടേ, മടക്കി നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ളതിൽ ഇബ്നു ഖയ്യിം ചുരുക്കിയ മസ്അല പറയുകയാണ്. ഈ ലഭിക്കുന്ന ആനന്ദവും സന്തോഷവും, അല്ലെങ്കിൽ എന്റെ നിസ്കാരം ഖുശൂവോട് കൂടിയുള്ളതായില്ല എന്ന നിലയ്ക്ക് അത് ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് മടക്കി നിസ്കരിക്കുന്നത് എങ്കിൽ അതങ്ങനെ ആവട്ടെ. അതായത് മടക്കി നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമല്ല, ഖുശൂ ഇല്ലാതെ പോയതുകൊണ്ട് അവൻ നിസ്കാരം നിർവഹിച്ചു എന്ന നിലക്കാണ് അവനെ പരിഗണിക്കുക. പക്ഷെ പ്രതിഫലത്തിൽ ദുനിയാവിലും പരലോകത്തിലും ആ നഷ്ടമുണ്ടാകും. അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവിൽ ലഭിക്കുന്ന നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന ആനന്ദമോ സന്തോഷമോ ലഭിക്കില്ല, പരലോകത്ത് ഉന്നതമായ അവസ്ഥയും ലഭിക്കുകയില്ല. ഉന്നതമായ അവസ്ഥ നിസ്കരിച്ചു എന്നുള്ളത് കിട്ടും, അല്ലാതെ കിട്ടില്ല. അപ്പോൾ ഈ നേട്ടങ്ങൾ ലഭിക്കണം എന്ന നിലക്കാണെങ്കിൽ ഒരാൾ മടക്കി നിസ്കരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് നടക്കട്ടെ. ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിനക്ക് നേടാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ട അവസ്ഥയിലാകും. എന്നിട്ട് പറയാണ്, വൈൻ അറദ്തും ബിവുജൂബിൽ ഇആദതി അന്നാ നുൽസിമുഹു ബിഹാ വനുആഖിബുഹു അലാ തർക്കിഹാ. ഇനി മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. അതാ ഒരാൾ ഇപ്പോ വിചാരിക്കുകയാണ്, ഞാൻ നിസ്കരിച്ചത് ഖുശൂ ഇല്ലാതെയാണ്, അപ്പൊ എന്റെ നിസ്കാരം എനിക്ക് നിസ്കരിക്കാത്ത വിധിയിൽ എനിക്ക് ശിക്ഷ ലഭിക്കും, ഞാൻ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് എന്ന നിലക്കാണ് ഒരാൾ വിചാരിക്കുന്നതെങ്കിൽ വനുറത്തിബു അലൈഹി അഹ്കാമ താരിഖി സ്വലാ ഫലാ, അവന്റെ മേലെ നമ്മൾ കൊടുക്കുന്ന വിധി എന്താണ്? നിസ്കാരം ഒഴിവാക്കിയതിന്റെ വിധിയാണ്. അത് പാടില്ല. അതായത് ഒരാൾ ഖുശൂ നഷ്ടപ്പെട്ടത് കൊണ്ട് അയാൾ വിചാരിക്കുകയാണ് ഞാൻ നിസ്കാരം മടക്കി നിർവഹിക്കാൻ നിർബന്ധമാണ് എന്റെ മേലെ എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ അവന്റെ മേലെയുള്ള ഹുക്കം എന്തായി? നിസ്കരിക്കാത്തവന്റെ ഹുക്കുമായി. പക്ഷെ അത് പാടില്ല, അങ്ങനെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത്. വഹാദൽ ഖൗലു സാനി അർജഹുൽ ഖൗലൈൻ വല്ലാഹു അലം. ഇബ്നു ഖയ്യിം റാജിഹാക്കുന്നത് രണ്ടാമത് പറഞ്ഞ ഈ വാക്കാണ്. അഥവാ പ്രതിഫലം ലഭിക്കില്ല എന്ന നിലക്ക്, അല്ലെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെട്ടു എന്നുള്ള നിലക്ക് ഒരാൾ മടക്കി നിസ്കരിക്കുകയാണെങ്കിൽ, അഥവാ തീരെ ശ്രദ്ധയില്ലാതെ തീരെ ഖുശൂ ഇല്ലാതെ ആണ് നിസ്കരിച്ചത് എന്ന നിലക്ക് അയാൾക്ക് തോന്നിയിട്ട് അയാൾക്ക് നിസ്കാരം ശരിയായിട്ടില്ല, അതിന്റെ പ്രതിഫലം കിട്ടൂല എന്ന നിലക്ക് അയാൾക്ക് തോന്നുകയാണ് ഞാൻ മടക്കി നിസ്കരിച്ചേക്കാം എന്ന് തോന്നിയിട്ട് അയാൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ. അതല്ലാതെ അയാളുടെ മേലെ നിർബന്ധമാണ് എന്നുള്ളത് ശരിയല്ല, ആ പറയുന്ന വാദം ശരിയല്ല എന്നുള്ളതാണ് ഇബ്നു ഖയ്യിം പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ ആ അഭിപ്രായങ്ങളെ വെച്ചിട്ട് ഹുക്മ്, ദുനിയാവിലെ ഹുക്മ് എന്ന നിലക്ക് മടക്കി നിസ്കരിക്കേണ്ടതില്ല ഖുശൂ ഇല്ലാത്ത നിസ്കാരം. പക്ഷേ പ്രതിഫലം എന്ത് ചെയ്യും? ആ ഖുശൂ ഇല്ലാത്ത നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം കുറയും എന്നുള്ളതാണ് ഇബ്നു ഖയ്യിം പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നിസ്കാരം ഖുശൂ നിർബന്ധമാണ്, ശ്രദ്ധ വേണം, ഗൗരവത്തിൽ പാലിക്കണം. പക്ഷേ എന്തിന്റെ ആവശ്യമില്ല, ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മേലെ നിസ്കാരം എന്തില്ല, ബാധ്യതയില്ല. ഇത് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ള കാരണം ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ, പല സഹോദരന്മാരും സഹോദരിമാരും എല്ലാം വസ്വസ് ബാധിക്കുന്ന ആളുകളുണ്ട്. അവർ അല്ലാതെ തന്നെ നിസ്കാരം 2-3 തവണ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഒരു നിസ്കാരം തന്നെ സാധാരണഗതിയിൽ ഇതൊന്നും കേൾക്കാതെ തന്നെ 2-3 തവണ നിസ്കാരം ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇതുകൂടി കേട്ടാൽ പിന്നെ അവര് ചിലപ്പോൾ സുബി ഒരു 10 സുബി അതുപോലെ 10 എണ്ണം അങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതല്ല അതിന്റെ ഉദ്ദേശം. അതൊരു ചർച്ചയിൽ ആ വിഷയം പറഞ്ഞു എന്ന് മാത്രം. ഒരാൾ നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ അള്ളാഹുവിനോടുള്ള കടമ വീട്ടിയിട്ടുണ്ട്. ആ നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിൽ തന്നെ, അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന ആ ഒരു നിസ്കാരത്തിൽ തന്നെ ഖുശൂവോടുകൂടി നിസ്കരിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാതെ ഖുശൂ ഉണ്ടാവുന്നത് വരെ നിസ്കാരം ആവർത്തിക്കാനല്ല നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. നാം മനസ്സിലാക്കേണ്ട വിഷയം നിസ്കരിക്കുന്ന നിസ്കാരം ഖുശൂവോടുകൂടി നിസ്കരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.
ഖുശൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത മൻസിലത്തുൽ ഇഖ്ബാത്ത് ആണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.